ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ. ഒരുപാട് പേരായി എന്നോട് പറയുന്ന വ്ളോഗ് ചെയ്യാൻ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് അറിയില്ല. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടാവണം. അപ്പം ഞാൻ തുടക്കം ചായ അല്ല ഉണ്ടാക്കുക. അപ്പം നമുക്ക് ചായ ഉണ്ടാക്കി തുടങ്ങാം. അപ്പം ഞാൻ കറുകപ്പട്ടയുടെ ഒരു ഇല ഇട്ടിട്ടാട്ടോ ഇവിടെ ചായ ഉണ്ടാക്കുക. ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റൊക്കെയാണ്. ഇനി അപ്പോൾ ചായപ്പരിപാടി നമുക്ക് ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചായക്കടി ഉണ്ടാക്കാം. അതിന് ഞാൻ തലേന്ന് കുറച്ച് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചരി മാത്രം നന്നായിട്ട് അരയണം. അതിലേക്കൊരു മുട്ടയും ചേർത്ത് ആണ് ഈ ദോശ ഉണ്ടാക്കുക. ചിലവർ ഇതിൽ കുറച്ച് ചോറൊക്കെ ചേർക്കും കേട്ടോ. ഞാനതൊന്നും ചേർത്തിട്ടില്ല. ഞാൻ നന്നായിട്ട് അരച്ചെടുത്തു. ഇനി ഇതിലേക്കൊരു മുട്ട ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് സാധാരണ ദോശയേക്കാളും കുറച്ച് കൂടുതൽ വെള്ളം വേണം ഇതിലേക്ക് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ദോശക്ക്. നല്ല ലൂസായിരിക്കണം കേട്ടോ അതിൻ്റെ അരപ്പ്. അപ്പോൾ നമ്മുടെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്കുള്ള കറി ഉണ്ടാക്കണം. അപ്പോൾ ഞാനിന്ന് ചെറുപയർ തലേന്ന് തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്കൊരു സവാള, ചെറിയൊരു തക്കാളി, കുറച്ച് പച്ചമുളക് അത് കുക്കറിലിട്ട് നന്നായി വേവിച്ചു. അതിലേക്ക് ഞാൻ തേങ്ങ അരച്ച് ചേർത്തു. എന്നിട്ട് അത് കടുകൊക്കെ പൊട്ടിച്ചു. അപ്പോൾ നമ്മുടെ ദോശയും ചെറുപയർ കറിയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഉച്ചക്കൽക്കുള്ള പരിപാടി നോക്കാം. അതിന് ഞാനിവിടെ ആദ്യം തന്നെ കുറച്ച് അരി അടുപ്പത്ത് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് മറ്റുള്ള പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് അരി വെന്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വ്ളോഗ് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ചാനൽ നമ്മൾ സബ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എനിക്ക് ഇന്ന് മത്തി കേട്ടോ കിട്ടിയത്. അപ്പോൾ നമുക്ക് നന്നാക്കിയെടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കാം. കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് കഴുകി ഒന്നുകൂടെ വൃത്തിയാവും കേട്ടോ. അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ എൻ്റെ ചോറ് ഏകദേശം വെന്തു കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് മത്തി മുളകിടാം. അപ്പോൾ എല്ലാവർക്കും മുളകിടാൻ അറിയാം, എല്ലാവർക്കും എല്ലാ പണിയും അറിയാം. എന്നാലും നമ്മൾ ഓരോ ദിവസം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഇപ്പോൾ കറിയൊക്കെ മുളകിട്ട് വെക്കുക. അപ്പോൾ എൻ്റെ ഒരു രീതി ഞാൻ കാണിച്ചെന്ന് മാത്രം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചെറിയുള്ളിയാണ് ഇടാറ്. കയ്യിൽ ചെറുള്ളി ഇല്ലാത്തത് കൊണ്ട് ചെറിയൊരു പീസ് സവാള അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി വെക്കാനുള്ള പാത്രത്തിലിട്ടിട്ട് പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. പിന്നെ പുളിയാണ് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് പുളി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മണം കേട്ടോ. ഈ തക്കാളിയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് കൈകൊണ്ട് നന്നായി തിരുമ്മിയെടുക്കണം. ഞാൻ ഇതിലേക്ക് 2 മണി ഉലുവ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഒരു ടേസ്റ്റാണ്. ഉലുവ ചേർത്തിട്ട് നിങ്ങൾ കറി വെച്ച് നോക്കുക. നന്നായി കൈകൊണ്ട് തിരുമ്മി ഉടക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കല്ലുപ്പ് തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. എന്നിട്ട് ഇതിലോട്ട് തന്നെ നമുക്ക് മത്തിയിട്ട് കൊടുക്കാം. അതിന് ശേഷം ഞാൻ അടുപ്പിൽ വെക്കാറുള്ളൂ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കത് മൂടി വെക്കാം. ഇനി കുറച്ച് വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരുപാട് വഴുതനങ്ങ ആദ്യമേ ഉണ്ടായിട്ടുണ്ട്. നല്ല ഒരു കേട് പോലും ഇല്ല കേട്ടോ. നല്ല ഫ്രഷ് വഴുതനങ്ങയാണ്. ഞാൻ ഇഷ്ടം പോലെ സാമ്പാറിലേക്ക് ചിലപ്പോൾ ഇടാറുണ്ട്. അതുപോലെ മക്കൾക്ക് പൊരിച്ച് കൊടുത്താൽ നല്ല ഇഷ്ടമാണ്. കുറേ പ്രാവശ്യമായി ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഏകദേശം അവസാനിച്ച് തുടങ്ങിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് പൊടിപ്പ്, ആവശ്യത്തിന് വിനാഗിരിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മുളകും മഞ്ഞളൊക്കെ പുരട്ടി വെക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. അപ്പോൾ അരമണിക്കൂറായി നമുക്കിതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ എനിക്ക് പറമ്പിൽ കുറച്ച് പണിയുണ്ട് കേട്ടോ. ചേമ്പ് പറിക്കാനുണ്ട്. ഇവിടുന്ന് പോകുന്ന സമയത്ത് കുഴിച്ചിട്ടതാണ്. ഇപ്പോൾ നന്നായിട്ടൊക്കെ ഒരു വർഷത്തിൻ്റെ മേലായി അത്.
അപ്പം അക്ക വിളിക്കുമ്പോൾ പറയും ചേമ്പ് പറിച്ചില്ലേ, അത് പറിച്ചു നോക്ക്, പറിക്കുന്നൊരു സമയമാണല്ലോ. അപ്പോൾ അത് കാരണം ഇനി പറമ്പിൽ കുറച്ച് പണിയുണ്ട്. മക്കളോടൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ, കാരണം ഭയങ്കര മടിയാണ് മക്കൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പം എന്തായാലും പറിക്കണം എന്നൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് തലേന്ന് കുറച്ച് വെള്ളം അതിൻ്റെ സൈഡിലൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കുത്തുമ്പോൾ, കൈക്കോട്ടോട്ട് കുത്തുമ്പോൾ പെട്ടെന്ന് നമുക്കിത് പോരുള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ ഇലയൊക്കെ മുറിച്ചിട്ട് നിറച്ച് വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ഇലയൊക്കെ നമുക്ക് മുറിച്ച് കളയണം. നമുക്ക് പറിച്ച് നോക്കാം കേട്ടോ. അപ്പം ഞാൻ പറിക്കുമ്പോൾ മക്കൾ പറഞ്ഞു ഞമ്മ ഞാനൊന്ന് നോക്കട്ടെ. അപ്പം രണ്ടാളും മാറി മാറിയിട്ട് അതൊക്കെ കൊത്തി എടുക്കുന്നുണ്ട്. ഒരു 4 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. 4ഉം പറിച്ചെടുത്തിട്ടുണ്ട്. മാഷാ അല്ലാ, അത്യാവശ്യം കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തർക്ക് കൊടുക്കാനൊക്കെ ഉണ്ടായി. അപ്പോൾ ഇത്രക്കധികം ഒരുപാട് കിട്ടിയിട്ടോ, ഒരു 2-3 കിലോനോളം ഉണ്ടായിരുന്നു. ഇനി അതേ സ്ഥലത്ത് തന്നെ അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതേ ഭാഗത്ത് തന്നെ കുഴിച്ചിട്ടു. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ അപ്പം തന്നെ ചെയ്യുകയാണെങ്കിൽ പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയല്ലോ. അപ്പം അടുത്ത വർഷമാകുമ്പോഴേക്കും വീണ്ടും കടയൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ വെക്കുന്ന ചേമ്പ് നമുക്ക് സാധാരണ നമ്മൾ വേവിച്ചിട്ടൊക്കെ കഴിക്കുമല്ലോ. അപ്പോൾ ഇതൊരു വേറൊരു രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചേമ്പ് ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരൊറ്റ വിസിൽ വിളിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് അതിലേക്കുള്ള തേങ്ങ എടുക്കാം. തേങ്ങ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് എളുപ്പം തോന്നാറ്. ചിരകി എടുക്കുമ്പോൾ ഒരുപാട് സമയം പോവുകയാണ്. അപ്പോൾ നമ്മളൊരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ചിരണ്ടി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാനാവും. ഇപ്പോൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. കൈഭാഗം ഒരിക്കലും വിരലൊന്നും ചിരട്ടയുടെ മുകളിലേക്കായിട്ട് വെക്കരുത്. അടിഭാഗത്ത് മാത്രമേ വെക്കാവൂ. കാരണം കത്തി ഒന്ന് പാളിപ്പോയാൽ കൈ മുറിയും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ. പക്ഷെ എനിക്കിത് നല്ല എളുപ്പമാട്ടോ. ഞാൻ എപ്പോൾ എന്ത് ആവശ്യത്തിലേക്കും തേങ്ങ എടുക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാറ്. എന്നിട്ട് ഒന്ന് കത്തി കൊണ്ട് തന്നെ ചെറുതാക്കി നുറുക്കിയതിൻ്റെ മിക്സിയിലിട്ട് എടുത്താൽ മതി. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്കിത് നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ പായസമൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് തേങ്ങ വേണ്ടി വരും. ഒരുപാട് ആൾക്കാർക്കൊക്കെ നമ്മൾ പായസം വെക്കുമ്പോൾ വേണ്ടി വരുമല്ലോ. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പം നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് ആവശ്യം. അപ്പം ഞാൻ ചേമ്പ് കുക്കറിൽ വെച്ച് അത് വെന്തിട്ടുണ്ട്. ഒരൊറ്റ വിസിൽ വിളിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും അത് വെന്തിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഇതുപോലെ ചുരണ്ടി വെച്ചതിൻ്റെ ബാക്കി ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അതും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോഴേ ബാക്കി ഭാഗങ്ങളൊക്കെ വേഗം കൊണ്ട് കിട്ടും കേട്ടോ. ബുദ്ധിമുട്ടില്ല വെച്ചെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇത് വലിയ പീസൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കിതൊക്കെ ഒന്ന് അരച്ചെടുക്കാം. ഇനി തേങ്ങാപ്പാലിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ഒരു ടേസ്റ്റ് കിട്ടില്ല ചേമ്പിന്. നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് വേണ്ടത്. അത് നമ്മൾ ഈ ഉടച്ച് വെച്ചിട്ടുള്ള ചേമ്പിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ചേമ്പ്
വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ട് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഉപ്പിട്ടിട്ടാണ് വേവിച്ചത് കേട്ടോ. ഇതിലേക്ക് കുറേശ്ശെയായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഉടക്കുക. പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ഉടഞ്ഞൊരു പരുവാവുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് മാറ്റാം. എനിക്ക് നല്ലൊരു ഉടഞ്ഞ പരുവാട്ടോ ഇഷ്ടം. അപ്പോൾ ഞാനങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തു. എത്ര വേണമെന്നൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. എന്നിട്ട് ബാക്കി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ടപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഒഴിക്കുന്നത് എത്ര ലൂസായിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ലൂസായ പരുവായിരിക്കും. പക്ഷേ ചൂടാറി കഴിഞ്ഞാൽ അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുത്തപ്പോൾ സാധാരണ കഷ്ണാക്കിയിട്ട് ഞാൻ വേവിച്ച് കൊടുത്ത മക്കൾക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല. നമ്മൾ കഷ്ണമായിട്ട് വേവിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കഴിച്ചാലും ടേസ്റ്റാണ്. പക്ഷേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ കിച്ചണിലെ വർക്കൊക്കെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എന്നും ഉണ്ടാവണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വ്ളോഗുമായിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.